നമസ്കാരം, ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി 26. സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉപഭോക്താക്കളെയും നിക്ഷേപകരെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സാഹചര്യങ്ങൾ വരുന്ന മാറ്റങ്ങൾ സ്വർണ്ണവിലയെ ബാധിക്കുമെന്ന് നമുക്ക് കൃത്യമായി അറിയാം. സ്വർണ്ണത്തെ ഒരു സമ്പാദ്യമായി കരുതുന്നതിനേക്കാളും മനുഷ്യന്റെ ഇമോഷനുമായി ചേർത്ത് വെച്ചാണ് മലയാളികൾ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ കൃത്യമായ വിപണി നിരക്കുകളും ഈ വിലക്കയറ്റത്തിന് പിന്നിലെ സാമ്പത്തിക കാരണങ്ങളും വരും ദിവസങ്ങളിൽ വിപണിയിൽ പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം ഇന്നത്തെ നിരക്കുകളിലേക്ക് കടക്കാം. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം ഇന്ന് 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 14,820 രൂപയാണ് വില. ഇന്നലെ ഇത് 14,840 രൂപയായിരുന്നു. 20 രൂപയുടെ വ്യത്യാസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണം വാങ്ങണമെങ്കിൽ 1,18,560 രൂപ നൽകണം. ഇനി 24 ക്യാരറ്റ് സ്വർണം 1 ഗ്രാം വാങ്ങണമെങ്കിൽ ഇന്ന് 16,168 രൂപ നൽകണം. 8 ഗ്രാമിന് 1,29,344 രൂപയാണ് നൽകേണ്ടത്. ഇന്നലെ പവൻ വില 1,18,720 രൂപയായിരുന്നു. ഇത് ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണ്. 2026 ഈ തുടക്കത്തിൽ സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ സാഹചര്യത്തിൽ സ്വർണം വാങ്ങാൻ അനുയോജ്യമാണോ? നമുക്ക് പരിശോധിക്കാം. സ്വർണ്ണവില ഉയരാൻ പ്രധാനമായും 3 ആഗോള കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം. അമേരിക്കയിലെ പണപ്പെരുപ്പവും ഫെഡറൽ റിസർവിന്റെ കർശന നിലപാടുകളും നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നുണ്ട്. ഓഹരി വിപണിയിലെ റിസ്ക് ഒഴിവാക്കാൻ പലരും സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ കാണുന്നു. ഇതാണ് അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരാനുള്ള കാരണം. രണ്ടാമത്തേത് രൂപയുടെ മൂല്യം. ഇന്ത്യ ഭൂരിഭാഗം സ്വർണവും ഇറക്കുമതി ചെയ്യുന്നത് ഡോളർ നൽകിയാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇറക്കുമതി ചിലവ് വർദ്ധിപ്പിക്കുകയും ഇത് നമ്മുടെ ആഭ്യന്തര വിപണിയിൽ വില കൂടാൻ കാരണമാവുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് ബാങ്കുകളുടെ സ്വർണ്ണ ശേഖരണം. ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ധനമായി സ്വർണം വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഇത് വിപണിയിൽ സ്വർണത്തിന്റെ ലഭ്യത കുറയ്ക്കുന്നു. കൂടാതെ കേരളത്തിൽ ഇപ്പോൾ വിവാഹ സീസൺ ആയതിനാൽ പ്രാദേശികമായി വലിയ ഡിമാൻഡും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ സ്വർണം വാങ്ങാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ഘട്ടം ഘട്ടമായി വാങ്ങുക. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നവർ വില കുറയുന്ന ദിവസങ്ങളിൽ ചെറിയ അളവിൽ വാങ്ങി വെക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രീതി പിന്തുടരുന്നതാണ് ലാഭകരം. രണ്ടാമത്തേത് നിക്ഷേപകർക്കുള്ള മികച്ച വഴി. നിങ്ങൾ ലാഭം ലക്ഷ്യമിട്ടാണ് പണം മുടക്കുന്നതെങ്കിൽ ആഭരണങ്ങളെക്കാൾ നല്ലത് ഗോൾഡ് ETF അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നിവയാണ്. ഇതിൽ പണിക്കൂലി നൽകേണ്ടതില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടിയും നിശ്ചിത ശതമാനം പലിശയും ലഭിക്കും. മൂന്നാമത്തേത് ഡിജിറ്റൽ ഗോൾഡ്. ചെറിയ തുകയ്ക്ക് പോലും സ്വർണം വാങ്ങാൻ ഡിജിറ്റൽ ഗോൾഡ് സഹായിക്കും. എന്നാൽ പ്ലാറ്റ്ഫോമുകളുടെ വിശ്വാസ്യതയും സ്റ്റോറേജ് ചാർജുകളും ഉറപ്പുവരുത്തുക. സ്വർണ്ണവിലയിൽ ഉടൻ ഒരു വലിയ ഇടിവ് പ്രതീക്ഷിക്കാനാവില്ല. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് മാത്രം സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക. പണിക്കൂലിയിലും ടാക്സിലും വരുന്ന മാറ്റങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കാൻ മറക്കരുത്. കൂടാതെ ഡിജിറ്റൽ ഗോൾഡ് ഇപ്പോൾ കൂടുതൽ ജനപ്രിയമായി വരുന്നുണ്ട്. ചെറിയ തുകയ്ക്ക് പോലും സ്വർണം വാങ്ങാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ ഡിജിറ്റൽ ഗോൾഡ് പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവയുടെ വിശ്വാസ്യതയും സ്റ്റോറേജ് ചാർജുകളും കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ചുരുക്കത്തിൽ സ്വർണ്ണവില നിലവിൽ ഉയർന്ന നിരക്കിലാണെങ്കിലും വരും ദിവസങ്ങളിൽ വലിയൊരു ഇടിവ് ഉടനെ പ്രതീക്ഷിക്കാനാവില്ല. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വിപണിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. അതിനാൽ കൃത്യമായി പഠനത്തിന് ശേഷം മാത്രം നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക. വിപണിയിലെ ദൈനംദിന മാറ്റങ്ങൾ അറിയാൻ ഇക്കണോമിക് ടൈംസ് മലയാളം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണത്തിലോ മറ്റ് സാമ്പത്തിക ആസ്തികളിലോ പണം ഇടുന്നതിന് മുൻപ് കൃത്യമായി പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുകയോ ചെയ്യുക. നന്ദി.